എന്നെ സംബന്ധിച്ച് നല്ലൊരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം ബ്ലോക്കുകൾ അതിലുണ്ടാവും. ഫോക്കസ്ഡ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു ഫിസിക്കൽ ചലഞ്ച്, അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യാൻ, ഇതിനെല്ലാം ഫ്യൂവലായിട്ട് നല്ലൊരു ഗുഡ് നൈറ്റ് സ്ലീപ്പും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ക്ലീൻ ഡയറ്റും. കൂടുതൽ ആൾക്കാരും ഈ ഒരു സംഭവം മനസ്സിലാക്കണില്ല. ഓല എങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 14 മണിക്കൂറോ 16 മണിക്കൂറോ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ആരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും, മനുഷ്യന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിലും, മെഷീൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, കമ്പ്യൂട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, ഇൻപുട്ട് പ്രോസസ്സിലേക്ക് പോകുന്നു, എന്നിട്ടല്ല ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അതായത് ഇൻപുട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഔട്ട്പുട്ട് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളടുത്തൊരു ഫെറാറി ഉണ്ട്, ആ ഫെറാറിക്ക് നിങ്ങൾ നല്ല ഫ്യൂവലും നല്ല സർവീസോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഓടും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ടും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ കേസിലും നമ്മൾ നല്ല ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് നല്ല റിസൾട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് പഠനത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും വർക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും. അതുകൊണ്ടാണ് നല്ലൊരു സ്ലീപ്പ്, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ക്ലീൻ ഡയറ്റ്, സോഷ്യലൈസിങ്, ഫിസിക്കൽ ചലഞ്ച്, ഫോക്കസ്ഡ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള ബ്ലോക്ക്, ഇതൊക്കെ ഞാൻ എൻ്റെ റൂട്ടീനിൽ ആഡ് ചെയ്യണത്. ഞാൻ CAക്ക് ജോയിൻ ചെയ്യുന്നത് വരെ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു റൂട്ടീനൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എക്സാമിൻ്റെ ഒരു മാസം മുമ്പൊക്കെ കാരണം സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. ലാസ്റ്റത്തെ ഒരു 1 വീക്കൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എപ്പോഴും ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും ആ ഒരു എക്സാമിനായിട്ട്. അതായത് അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഹൊറർ മൂവി ആലോചിക്കണ പോലെ കാരണം സ്ലീപ്പൊക്കെ ഒഴിവാക്കിയിട്ട് കഫേനൊക്കെ എടുത്ത് തലവേദനയൊക്കെ ആയിട്ട് ഫുള്ള് ക്രാം ചെയ്യുന്ന രീതിയിലുള്ള പഠിക്കുന്ന ദിവസങ്ങൾ. മേ ബി നിങ്ങൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ടോപ്പേഴ്സൊക്കെ അങ്ങനെ കാര്യം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തതിന് വേറൊരു സംഭവമാണ്, ഇപ്പോൾ എക്സാമിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പൊക്കെ നമ്മളിപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇരുന്ന് പണിയെടുക്കണമല്ലോ. അതിന് പകരം യൂട്യൂബിൽ പോയിട്ട് എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു ഫീലിംഗ് ആണ് എനിക്ക്. അതായത് നമ്മൾ അത്രയും പണിയെടുക്കേണ്ട, സത്യം പറഞ്ഞാൽ അതൊരു എന്താണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം ചൂസ് ചെയ്യണം. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം മുമ്പൊക്കെ കയറാം നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. എന്നാൽ ആയിക്കൂടെ നമ്മൾ ഇതുവരെ പോയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആകെ 2-3 ദിവസം എക്സാമിന് ബാക്കിയുള്ള ദിവസം ഈ സാധനങ്ങൾ നമ്മൾ പഠിക്കാത്ത സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഓൾറെഡി എക്സാമിൻ്റെ ടെൻഷനിലേക്ക് കയറാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്നും എവിടെ എത്തിയിട്ടില്ല, ഈ സാധനങ്ങളും കൂടി പഠിക്കാനുണ്ട് എന്ന് അറിയുമ്പോൾ ആകെ ആങ്ഷ്യസും ആവും, അതുപോലെ തന്നെ സ്ട്രെസ്ഡും ആവും. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമുക്ക് റിലാക്സ് ആയിക്കാണ്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് പഠിക്കണമൊക്കെ അത്യാവശ്യം മനസ്സിലാവും. പക്ഷേ ആങ്സൈറ്റിയും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ വേറെ ലെവലിലേക്ക് എത്തുമ്പോൾ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകൾ പോലും തലേക്ക് കയറില്ല. തലേൻ്റെ ഉള്ളിൽ ഒരുപാട് വോയിസുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ പഠിക്കുന്ന ഈ സാധനം ഇത് എക്സാമിന് വരുമോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, നമുക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ, അതോ ഇനിയിപ്പോൾ യൂട്യൂബ് കാണണോ. പിന്നീട് ആ CA ഇൻ്ററിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മാറി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ റൂട്ടീനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ കോഗ്നിറ്റീവ് പെർഫോമൻസ്, അതായത് നമ്മളെ ഫോക്കസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു റൂട്ടീനൊക്കെ ഉണ്ടാക്കി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിച്ചും ചെയ്തു, പാസ്സായും ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടീനിൽ ആകെ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ, ഒരു 10 മിനിറ്റ് വർക്കൗട്ട്, പിന്നെ ഒരു രാവിലെ ഷവർ എടുത്താണ്ട് പിന്നെ നേരെ പഠിക്കുകയായിരുന്നു. ടോട്ടൽ ഒരു 12 to 16 മണിക്കൂറൊക്കെ പഠിക്കുകയായിരുന്നു ആ ലാസ്റ്റത്തെ ഒരു സ്റ്റഡി ലീവിലൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എക്സാമിൻ്റെ 1 മാസം മുമ്പോ 2 മാസം മുമ്പൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ. പക്ഷേ ഇതേ സാധനമാണ് നമ്മൾ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് 3 വർഷത്തേക്കൊക്കെ ചെയ്യാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ വേറെയുള്ള എലമെൻറ്റ്സ് വളരെ കുറവാണ്, ഫുള്ള് പഠിത്തമാണ്. പിന്നീട് ഞാനിങ്ങനെ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈ റൂട്ടീന് ഇങ്ങനെ റിഫൈൻ ചെയ്ത് കൊടുന്നു. ഒന്നുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഒന്നുകൂടി ബാലൻസിങ് ആയിട്ടുള്ള, നമുക്ക് കുറേ കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കി കൊടുന്നു. ഇപ്പോഴും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കി, അതുപോലെ പറ്റുന്ന സംഭവങ്ങൾ കൂട്ടി. നമ്മുടെ ബ്രെയിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് കുറേ നേരം നമ്മൾ മാസ് ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ക്രാം ചെയ്യണ പോലെ തന്നെ കുറേ സാധനം ഒരേ ടൈമിൽ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ഡ്രോപ്പ് ആവും. ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള റൂട്ടീൻ ഡിസൈൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളെ സോഷ്യൽ ലൈഫും വർക്കൗട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ, ഒരു പാരഗ്രാഫ് തന്നെ 5 വട്ടം വായിച്ചിട്ടേ മനസ്സിലാവുള്ളൂ എന്നുള്ള അവസ്ഥയിലൂടെ പോവാതെ, ഈ ലോകം തലകുത്തനെ മറിയുന്നത് പോലെ തോന്നാതെ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വർക്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നാണെങ്കിൽ, സ്റ്റിക്ക് ടിൽ ദി എൻഡ് ഓഫ് ദ വീഡിയോ, ഐ വിൽ ഹെൽപ്പ് യു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു റൂട്ടീൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളെ ഹ്യൂമൻ മൈൻഡ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഇതിലെ കോൺഷ്യസ് മൈൻഡിന് കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ പെർ സെക്കൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 10 to 60 ബിറ്റ്, 10 to 50 ബിറ്റൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കുറച്ച് സ്പേസ് പ്രോസസ്സ് ചെയ്യാൻ ആകെ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, ഏത് സാധനത്തിലാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത്, കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇൻറ്റൻഷനലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് ഏത് സാധനമാണോ അതിനനുസരിച്ചിരിക്കും നമ്മളെ ലൈഫിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി.
ഇപ്പോൾ നമ്മൾ നാളെ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഫുഡ് കഴിക്കണം, ഇനി ഏത് ടാസ്ക് ചെയ്യണം, എത്ര നേരം ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ അവിടെ സ്കാറ്റേർഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിനല്ല ആ ഫുൾ അറ്റൻഷൻ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ കേസ് എടുത്ത് നോക്കി, ഒരു കമ്പ്യൂട്ടറിൽ മൾട്ടിപ്പിൾ ടാബ്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കണ്ട് ഓരോന്നിലും ഓരോ പ്രോഗ്രാംസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ സ്ലോ ആവില്ലേ. അതിൻ്റെ അറ്റൻഷൻ എവിടേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ കോൺഷ്യസ് എനർജി പല രീതിക്ക് സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയുന്നു, അതിന് പ്രോസസ്സ് ചെയ്യുന്ന സ്പീഡ് കുറയണം. അതുപോലെ തന്നെയാണ് നമ്മളെ കേസും. അപ്പോൾ അവിടെയാണ് ഒരു റൂട്ടീൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, തീരുമാനങ്ങൾ, ഏതൊക്കെ ഡ്രസ്സ് ഇടണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, എത്ര നേരം പഠിക്കണം, ഇങ്ങനത്തെ റിപ്പറ്റേറ്റീവ് സാധനങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് തരുന്ന ആളാണ് ആര്, റൂട്ടീൻ എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ, ഈ റിപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കോൺഷ്യസ് അറ്റൻഷനിൽ നിന്ന് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകെ കുറച്ച് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ പെർ സെക്കൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എന്നാൽ അതേസമയം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിന് നമുക്ക് പറയാം മില്യൺസ് ഓഫ് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ഒരേ ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളെ ഹാബിറ്റുകൾ, നമ്മളെ റിയാക്ഷന്, നമ്മൾ വാക്ക് ചെയ്യുന്നത്, നമ്മൾ ചൂ ചെയ്യുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഇതൊക്കെ ആരാ ചെയ്യണത്? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് അപ്പുറത്തുള്ള ഒരു വീടിൻ്റെ സ്റ്റെപ്പ് വരെ പോകണമെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള കറക്റ്റ് സ്റ്റെപ്പുകളൊക്കെ നമ്മളെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം വരണം, എത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഇവിടെ നടക്കുന്നത്, ഇതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നുണ്ട്. വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. എക്സലൻസ് ദെൻ ഈസ് നോട്ട് എൻ ആക്ട് ബട്ട് എ ഹാബിറ്റ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു പുതിയ രീതിയിലുള്ള സാധനം ഇൻവെൻറ്റ് ചെയ്യാൻ നോക്കുന്നല്ല. നമ്മളെ നേച്ചർ ഓർഡറിനനുസരിച്ച് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങളെ ഹേർട്ട് ബീറ്റ് നോക്കി, അതിനൊരു റിതല്ലേ. നമ്മളെ ഇൻറ്റേർണൽ ക്ലോക്ക്, സർക്കേഡിയൻ റിതം, അതിനൊരു റിതല്ലേ. അതുപോലെ തന്നെ നമ്മളെ സൂര്യൻ ഉദിക്കണതും സൂര്യൻ അസ്തമിക്കുന്നതും അതിനൊരു റിതല്ലേ. അപ്പോൾ നമ്മളെ ഒരു നാച്ചുറൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഏകദേശം എന്താണ്, ഒരു റൂട്ടീന് പോലെ തന്നെ പോകുന്നത്. അപ്പോൾ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യല്ല, നമ്മളെ വേറെ രീതിയിൽ നമ്മൾ ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നല്ല, ഇതിനെ അലൈൻ ചെയ്ത് പോവുകയാണ്. കുറേ ആൾക്കാർ റൂട്ടീനെ റെസിസ്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഒരു റൂട്ടീനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ ഒരു ബോറടിക്കണ മാറിയേക്കാരം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ പറഞ്ഞവർക്ക് ശരിക്കും ഒരു റൂട്ടീൻ ഉണ്ട്. ഓല അത് കോൺഷ്യസ്ലി ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. കോൺഷ്യസ്ലി കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്താ പറയുക, ഏജൻസി ഉള്ള ആൾക്കാർ എന്നാ പറയുക. ആ ഏജൻസി എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഈ കോൺഷ്യസ്ലി ചൂസ് ചെയ്യാത്ത ആൾക്കാർ, ആ ഫ്ലോക്ക് അനുസരിച്ച് പോകണ പോലെ ഏജൻസി ഇല്ലാത്ത ആൾക്കാർ എന്നാ പറയുക. ഒരു റൂട്ടീൻ ഒരിക്കലും നമ്മളെ ഫ്രീഡം എടുത്ത് കളയുന്നില്ല. ആക്ച്വലി അത് നമുക്ക് ഫ്രീഡം തരികയാണ്. നമ്മുടെ കോൺഷ്യസ് അറ്റൻഷൻ, നമ്മളെ എനർജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ബാക്കിയുള്ള സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾക്ക് നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൂട്ടീന് നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കി തരുന്നു, ഒരു സ്ട്രക്ചർ തരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണിത് നമ്മളെ ഫ്രീഡം എടുത്ത് കളയുന്നത് എന്നുള്ളത്. ഇനി അടുത്ത് ഞാൻ ഏജൻസി എന്താണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ ഒരു വേൾഡ് നമ്മളൊരു കടലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ലൈഫ് അതിലൊരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അതായത് അതിൻ്റെ സ്റ്റെയറിങ് അതെങ്ങോട്ടാണ് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. വലത്തേക്ക് പോകണോ ഇടത്തേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങൾ. അതിനാണ് നമ്മൾ ഏജൻസി ഉള്ള ആൾക്കാരെന്ന് പറയാം. അല്ലാത്ത ആൾക്കാർ, ഏജൻസി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓലെന്താ വിചാരിക്കാം, കാറ്റ് എങ്ങോട്ട് അടിക്കുന്നത് അതിനനുസരിച്ച് കപ്പൽ പോയിക്കോട്ടെ, നമുക്ക് അതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ അതിൻ്റെ മെയിൻ പോയിന്റുകൾ പറഞ്ഞുതരാം. ഒന്ന്, കൺട്രോൾ ആൻഡ് ചോയ്സ്. ഇപ്പോൾ നമുക്ക് നമ്മളെ സർക്കംസ്റ്റാൻസ്, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാൽ അയാളെ തല്ലണോ അല്ലെങ്കിൽ ക്ഷമിക്കണോ എന്ന് നമുക്ക് അവിടെ ചോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്, അതായത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെ ഹാബിറ്റുകൾ, നമ്മളെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന റിസൾട്ടുകൾ. അതായത് ഒരു 6 മാസം മുമ്പ് നമ്മളെടുത്ത തീരുമാനങ്ങൾ, നമ്മൾ സ്റ്റിക്ക് ചെയ്ത റൂട്ടീനൊക്കെ അനുസരിച്ചായിരിക്കും ഇപ്പോൾ നമുക്ക് അതിൻ്റെ റിവാർഡുകൾ കിട്ടുന്നുണ്ടാവാം. 6 മാസം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഇയേഴ്സ് ആവാം, ഡെക്കേഡ് ആവാം. പക്ഷെ എന്തായാലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അത് വേറെയുള്ള മേത്തേക്ക് ബ്ലെയിം ചെയ്യുന്നതിൻ്റെ പകരം, സിറ്റുവേഷനുകളെ ബ്ലെയിം ചെയ്യുന്നതിൻ്റെ പകരം, നമുക്കൊരു കൺട്രോളും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ പകരം നമ്മളെ തെറ്റാണെങ്കിൽ അത് നമ്മളതാണെന്ന് അക്സെപ്റ്റ് ചെയ്യണതും വേറെയുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഓൾതാണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഒരു പോയിന്റുള്ള എന്താ വെച്ചാൽ ഫ്രീഡം, ആബ്സല്യൂട്ട് ഫ്രീഡം അല്ല. അതായത് നമുക്ക് എന്ത് തോന്നിയ പോലെ ചെയ്യാന്നല്ല, പക്ഷേ ലൈഫിലെ ചലഞ്ചുകളോട് നമുക്ക് നമ്മളെ രീതിയിൽ റിയാക്ട് ചെയ്താണ് അത് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈവൻ സർക്കംസ്റ്റാൻസിൽ നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ ഡിസിഷനിലും ഹാബിറ്റുകളിലും നമുക്ക് കൺട്രോൾ ഉണ്ടെന്ന് കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് അതൊരു ഫ്രീഡമാണ്. അപ്പോൾ ഇതൊക്കെ ഏജൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഏജൻസി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പറയുക വെച്ചാൽ
ഐ ക്യാൻ ചേഞ്ച് ബിക്കോസ് ലൈഫ് ജസ്റ്റ് ഹാപ്പൻ ടു മീ. എനിക്ക് മാറാൻ പറ്റില്ല കാരണം ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയും. ഏജൻസി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് എനിക്ക് ഇവിടെ ടോട്ടൽ കൺട്രോളൊന്നുമില്ല, എല്ലാ സംഭവവും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അതായത് ഏജൻസി ഉള്ള ആൾക്കാർ കോൺഷ്യസ്ലി ഓരോ റൂട്ടീന് ചൂസ് ചെയ്യും, ഏജൻസി ഇല്ലാത്ത ആൾക്കാർ ആ ഫ്ലോക്ക് അനുസരിച്ച് പോകും. ബട്ട് സ്റ്റിൽ ഓൾക്കൊരു റൂട്ടീൻ ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്കൊരു റൂട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ബ്ലൂ പ്രിൻറ്റ് തരാം. അതിൽ ഒന്നാമത്താണ് വൈ മോർണിംഗ് മാറ്റേഴ്സ് സോ മച്ച്. മോർണിംഗ്സിന് അല്ലെങ്കിൽ ആ ഒരു ഏർലി അവേഴ്സിന് സൈക്കോളജിക്കലാണെന്നുണ്ടെങ്കിലും ഫിസിയോളജിക്കലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതിലൊന്നാമത്താണ് നമ്മളെ വിൽ പവർ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്കാണ്. കാരണം എന്താ, നമ്മൾ വേറെ ഡിസ്ട്രാക്ഷനിലൂടെയോ ഇതിലൊന്നും കടന്നു പോയിട്ടില്ല, നമ്മൾ കുറേ കാര്യം റെസിസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, നമ്മൾ എണീറ്റാണ്ട് ഫ്രഷായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മെൻ്റൽ ക്ലാരിറ്റി, നമുക്ക് ഇതേപോലെ ഒരുപാട് നോയ്സുകളിലൂടെയോ ഡിസിഷൻ മേക്കിങ്ങിലൂടെയോ ഒന്നും കടന്നു പോകാത്തതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് അവിടെ എന്താണ് ഭയങ്കര ക്ലിയറാണ്, വേറെ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ രാവിലെ നമ്മളെ കോർട്ടിസോൾ സ്പൈക്ക്, നമ്മൾ എണീറ്റാണ്ട് ഏകദേശം 1 hour 2 hour ഒക്കെ കഴിയുമ്പോഴാണ് നമ്മളെ നാച്ചുറലി നമ്മളെ കോർട്ടിസോൾ ഇങ്ങനെ സ്പൈക്ക് ആവുന്ന ടൈം. കോർട്ടിസോളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അലേർട്ട്നെസ്സിന്, നമ്മൾ അലേർട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം കോർട്ടിസോളാണ്. നമ്മൾ ഏർലി ടൈമിൽ അത് കൂടണം, സ്പൈക്ക് വരണം നാച്ചുറലി. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനനുസരിച്ച് അത് കുറഞ്ഞ് വരണം നമ്മളെ സൈക്കിളിനനുസരിച്ച്. അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ സ്പൈക്ക് വരുന്നതും മോർണിംഗ്സിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഫ് യു വിൻ ദ മോർണിംഗ് യു വിൻ ദ ഡേ എന്നുള്ളത്. സോ ആ ഒരു ഫസ്റ്റ് ഏർലി അവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് 5 മണിക്ക് എണീക്കണം 4 മണിക്ക് എണീക്കണം എന്നാലേ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ ഒക്കെ എണീക്കാം, പക്ഷേ ആ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്താണ് ദ മിഡ് ഡേ ഡിപ്പ്. വൈ എനർജി ഡ്രോപ്സ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്, എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഏകദേശം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1 മണി to 3 മണി വരെയൊക്കെ ഇപ്പോൾ ആരെ കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ ഫോക്കസ് കുറയുന്നുണ്ട്, അവിടെ ഒരു ഡിപ്പ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു രാവിലെ ഉണ്ടായിരുന്ന അലേർട്ട്നെസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിക്കും ബയോളജിയാണ്. അതായത് നമ്മളെ സർക്കേഡിയൻ റിതം നാച്ചുറലി ഇപ്പോൾ കോർട്ടിസോളൊക്കെ രാവിലെ പീക്കായിട്ട് പിന്നീട് ഇങ്ങനെ ഡ്രോപ്പ് ആവുന്ന ടൈമാണ്. അപ്പോൾ നമ്മളെ അലേർട്ട്നെസ് കുറയും. അതുപോലെ നമ്മളെ ബ്ലഡ് ഷുഗറിലുള്ള ഫ്ലക്ച്വേഷൻ, നമ്മളിപ്പോൾ ഹെവി മീലുകളൊക്കെ കഴിക്കുന്ന ടൈമേക്കാരം, അപ്പോൾ നമ്മളെ ഇൻസുലിൻ സ്പൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഫോക്കസ് കുറയും. അതുപോലെ തന്നെ മെൻ്റൽ ഫെറ്റീഗ്, നമ്മൾ ഒരുപാട് തീരുമാനങ്ങളിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും വർക്കിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ മൈൻഡ് നമ്മൾ അത്രയും യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ മെൻ്റൽ ഫെറ്റീഗ് ഉണ്ടാവും. അപ്പോൾ ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം, അതായത് ഉച്ചയ്ക്ക് ഒരു എനർജി ഡിപ്പ്, ഫോക്കസ് ഡിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എനിക്ക് ഫോക്കസ് വേണം എന്നുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഏറ്റവും ഫോക്കസ് ഉള്ള ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളും ഇങ്ങനെ ഫോക്കസ് കുറയുന്ന ഈ ഡിപ്പ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളും ചെയ്തുകൂടെ. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, DMsന് റിപ്ലൈ കൊടുക്കുക, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യലും. അതിനൊന്നും വല്ലാതെ കോഗ്നിറ്റീവ് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്താണ് ദ ആർട്ട് ഓഫ് റെസ്റ്റ് ആൻഡ് റിക്കവറി. നമ്മുടെ ബ്രെയിന് നമ്മൾ ആ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ, അന്ന് പഠിച്ച സംഭവങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യണ എവിടെയാണ്? ഉറക്കത്തിലാണ്, സ്ലീപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ഫുള്ളി മൈൻഡിൽ അൺറിസോൾവ്ഡ് തോട്ടുകളും ഒരുപാട് സ്റ്റിമുലേഷൻ, അതായത് സിനിമയോ അല്ലെങ്കിൽ സീരീസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാണ്ടും ബ്രെയിൻ റോട്ടായിട്ടാണ് പിന്നെ ഉറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ലീപ്പ് കിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഒരു നൈറ്റ് റൂട്ടീൻ വരുന്നത്. നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഉറങ്ങാൻ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും വർക്ക് ഡേ കഴിഞ്ഞു, ഇനി റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്, നമുക്ക് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിനുള്ള ടൈമാണ് എന്ന് ബോഡീനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം അത്ര ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ നല്ലൊരു നൈറ്റ് റൂട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കിട്ടും, ക്വാളിറ്റിയുള്ള സ്ലീപ്പ് കിട്ടും. ആൻഡ് ഏതൊരു കേസിലാണ്, പ്രൊഡക്ടിവിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും പഠിത്തത്തിൻ്റെ കേസിലാണെങ്കിലൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് സ്ലീപ്പാണ്. നിങ്ങൾക്ക് നൈറ്റ് റൂട്ടീനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക രാത്രി. അതുപോലെ തന്നെ ഒരു വാം ബാത്ത് അല്ലെങ്കിൽ വാം ഷവർ എടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും കോൾഡ് ബാത്ത് എടുക്കുമ്പോൾ നമ്മളെ ശരീരം ഫുള്ള് പുറത്തുനിന്ന് തണുപ്പാണ് വരുന്നത്, അപ്പോൾ ഉള്ളിൽ നിന്ന് ചൂട് ഉണ്ടാക്കുക ചെയ്യുക, അതായത് നമ്മളെ ടെമ്പറേച്ചർ കൂടുക ചെയ്യാം. അതേസമയം നമ്മളൊരു വാം ബാത്ത് എടുക്കുമ്പോൾ പുറത്തുനിന്ന് ചൂടാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ ബോഡി കുറച്ചുകൂടി കൂളാവുക ചെയ്യാം. അപ്പോൾ രാവിലെ നമ്മൾ അലേർട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൾഡ് ഷവർ അല്ലെങ്കിൽ കോൾഡ് ബാത്ത് എടുക്കാൻ പറ്റും. പക്ഷേ രാത്രി നല്ലൊരു സ്ലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ഒരു നോർമൽ ബാത്ത് അല്ലെങ്കിൽ ഒരു വാം ബാത്തൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റ് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളെ നോർമൽ ഡേ ടൈമിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. രാത്രിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഉറങ്ങണീൻ്റെ ഏകദേശം ആ 1 മണിക്കൂർ മുമ്പൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ ലാമ്പോ അല്ലെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, നമ്മളെ യെല്ലോ കളർ ഓറഞ്ച് കളറൊക്കെ ഉള്ളത്, ആ ലൈറ്റ് ഇടാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബോഡിക്ക് ഒരു സിഗ്നൽ കിട്ടുകയാണ് എന്ത്? ഉറങ്ങാനുള്ള ടൈമായി. അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫിക്ഷനോ നോവലോ അങ്ങനത്തെ എന്തെങ്കിലും ബുക്ക്, റിലാക്സിങ് ആയിട്ടുള്ള ബുക്ക് വായിക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാൻ പറ്റും. പിന്നെ നാളത്തെ പ്രയോറിറ്റികൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ 3-2-1 റൂൾ ഉണ്ട്. അതായത് 3 മണിക്കൂർ മുമ്പ്, ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഹെവി ഫുഡുകളോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 2 മണിക്കൂർ മുമ്പ് നമ്മൾ
ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിർത്തുക. അതായത് മൂവീസോ സീരീസൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവം നിർത്തുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂവീസൊക്കെ കാണുമ്പോൾ അതിൽ ഭയങ്കര രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടാവില്ലേ, അതായത് സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ടെൻഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ദേഷ്യം പിടിക്കും ചിലപ്പോൾ നമുക്ക്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് അതിൽ വരുന്നുണ്ട്. നമ്മളെ ഹേർട്ട് റേറ്റ് ഒക്കെ കൂടും. പക്ഷേ നല്ലൊരു ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹേർട്ട് റേറ്റ് എപ്പോഴും എന്താവണം, ഭയങ്കര രീതിയിൽ റിലാക്സ്ഡ് രീതിക്ക് കുറഞ്ഞാണ്ട് നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ വാച്ചോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളെ സ്ലീപ്പിൻ്റെ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിൽ നമ്മളെ ഹെർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹെർട്ട് ബീറ്റ് നല്ല മുകളിൽ എത്തിയിട്ടുണ്ടാവും, നല്ല കൂടുതലായിരിക്കും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വളരെ രീതിയിൽ ഒരു റിലാക്സ്ഡ് കുറച്ച് കുറഞ്ഞ രീതിയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ മൂവീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനും അതുപോലെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ബ്രെയിൻ നമ്മൾ നല്ല സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഉറങ്ങാൻ നല്ല ക്വാളിറ്റി ഉള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി 1 hour ബിഫോർ സ്ലീപ്പ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുക്ക് വായിക്കുക, അതുപോലെ നാളത്തെ ഗോളുകൾ സെറ്റ് ചെയ്യുക, ജേർണൽ ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ തരാം, എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് ഒരു റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഒരു ജേർണൽ എടുത്തിട്ട് ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള എല്ലാ സംഭവങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എവറി സ്മോൾ ഡീറ്റെയിൽ മാറ്റേഴ്സ് എല്ലാ സംഭവങ്ങളും എഴുതാം. രാവിലെ എണീക്കുന്ന ടൈം, രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യണത്, മിഡ് ഡേയിൽ ഉച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്, രാത്രി എന്താ ചെയ്യണത്, എത്രത്തോളം ഫോക്കസ്ഡ് വർക്ക് ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്, എപ്പോൾ ഫോൺ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, പല ആൾക്കാരും അവെയർ ആവില്ല എങ്ങനെയാണ് ഓരോ ദിവസം എന്നുള്ളത്. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മളെ ഗോളിലേക്ക് എത്തിക്കുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം നമ്മളെ എനർജി സക്ക് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ കോൺഷ്യസ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംഭവങ്ങൾ സ്പ്ലിറ്റ് ആക്കിയാണ് കൊണ്ടുപോകുന്ന എത്ര എനർജി സക്കേഴ്സ് ഇതിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ആ ഒരു ബ്രെയിൻ ഡംപിൽ നിന്ന്, ആ എല്ലാ എഴുതിയ സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എനർജി സക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ നീഡിലെ ആക്ച്വലി ഗോളിലേക്ക് എത്തിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളെ റൂട്ടീൻക്ക് ആഡ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൈക്കിക് എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ റൂട്ടീൻ എടുത്താണ്ട് ഒന്ന് സ്ട്രക്ചർ ചെയ്യേണ്ടി വരും, നമ്മൾ ഡെയിലി ഇങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ റൂം നമ്മളിപ്പോൾ ഒരു ദിവസം ക്ലീൻ ആക്കി, എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാ ദിവസവും പഴയ പോലെ തന്നെ ഇങ്ങനെ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മൂലക്കെട്ട് കണ്ടും അതുപോലെ പൊടി പിടിച്ചാണ്ടും ഓരോ സംഭവങ്ങൾ ഓർഡറില്ലാതെ ഇങ്ങനെ പരന്നിങ്ങനെ കടന്ന് അതിങ്ങനെ അടിഞ്ഞുകൂടി ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേന് ആ റൂം പറ്റരപ്പാവും, നമ്മൾ മര്യാദക്ക് ഹൗസ് കീപ്പിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മളെ മൈൻഡ്. നമ്മൾ ഒരു വട്ടം നല്ല രീതിയിലൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ റെഗുലറായിട്ട് അതിന് ആ ഒരു മൈൻഡ് നല്ല രീതിയിൽ ഓർഡറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജേർണലൊക്കെ ചെയ്താണ്ട് കാര്യങ്ങൾ റെഡിയാക്കി നമ്മൾ റൂട്ടീനൊക്കെ പക്കാക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക ഫെയിലാവും. അപ്പോൾ പിന്നെയും തിരിച്ചു കൊടുന്ന് ഇങ്ങനെ ഓർഡറാക്കി കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കെയോസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സൈക്കിക് എൻട്രോപ്പി എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഡിസോർഡറിലേക്കാണ് പോവുക. നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു ഡിസോർഡറിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഡെയിലി സിസ്റ്റം അതുപോലെ തന്നെ വീക്ക്ലി സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നും ഈ സംഭവം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നോക്കേണ്ടി വരും എന്തൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതിന് ഭയങ്കര രീതിയിലുള്ള പണിയോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇന്ന ഫോർമാറ്റ് വേണം, ഇന്ന റൂൾസ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങളെ രീതിയിൽ എന്ത് ചെയ്യുക, ഫുൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളെ ക്ലിയർ ഒരു ഡേ എങ്ങനെ പോകണം എന്നുള്ളത്. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, ഓരോന്ന് സ്ട്രക്ചർ ചെയ്യുക. അങ്ങനെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റുകൾ, അതായത് മെയിനായിട്ട് മോർണിംഗിൻ്റെ കേസ്, അതായത് മോർണിംഗിൽ നമുക്കുള്ള അഡ്വാൻറ്റേജുകൾ ഫിസിയോളജിക്കലാണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കലാണെന്നുണ്ടെങ്കിലും. അതുപോലെ മിഡ് ഡേയിൽ ഡിപ്പ് വരും, അപ്പോൾ നമ്മൾ റിപ്പറ്റീവ് ആയിട്ട് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു നൈറ്റ് റൂട്ടീൻ്റെ പ്രത്യേകത, നല്ലൊരു സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി ടൂൾ. ഈ കാര്യങ്ങൾ ആലോചിക്കുക, ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ചലഞ്ച്, നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടപ്പിക്കുന്ന നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള ഫിസിക്കൽ ചലഞ്ച്. അതുപോലെ സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ടൈം, ഒരുപാട് ടൈം ചങ്ങന്മാരൊപ്പം സ്പെൻഡ് ചെയ്യണം. 3-4 മണിക്കൂർ എന്നും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടൈം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നല്ലൊരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം വേണം. കാരണം നമ്മളെന്താണ് സോഷ്യൽ ബീയിങ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെ ഡീപ്പ് വർക്ക് വിൻഡോസ് എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നമ്മളെ കോർട്ടിസോൾ സ്പൈക്കൊക്കെ വന്നാൽ നമുക്ക് ഏറ്റവും അലേർട്ട്നെസ് കിട്ടുന്നത്, ഏറ്റവും ഫോക്കസ് കിട്ടുന്ന വിൻഡോസ് ഓരോരുത്തരുടെ കേസിൽ ഓരോ പോലെ കയറും. അപ്പോൾ അതെപ്പോഴാണോ അപ്പോൾ ഡീപ്പ് വർക്കുകൾ ഡിസൈൻ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് റൂട്ടീൻ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക. ഒരു റൂട്ടീൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിച്വൽ പോലെ ഒരു വാമപ്പ്, അതുപോലെ തന്നെ അതിനായിട്ടുള്ള സ്പെസിഫിക് സംഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റൂമിൽ വന്നാണ്ട് ഞാൻ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിനെ അറിയുന്നത് ഇതൊന്നുമില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മളെ മൈൻഡ് ഇങ്ങനെ ഓരോ മൈൻഡ് വാണ്ടറിങ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ചെയർ അതിരുന്നാടെ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണുള്ളൂ ആ രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുന്ന, അതുപോലെ തന്നെ ഷവർ എടുത്താണ്ട് പഠിക്കാൻ തുടങ്ങുന്ന രീതിയിൽ ഒരു റിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു ഡീപ്പ് വർക്കിലേക്ക് കടക്കുകയാണെന്നുള്ളത്. അത് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു റൂട്ടീനിൽ ഫോക്കസ് ചെയ്യാനും, അതായത് സ്പ്രിൻറ്റ് ചെയ്യാനും പിന്നെ റെസ്റ്റ് ചെയ്യാനും, പിന്നെ സ്പ്രിൻറ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ
ഇൻസ്റ്റെഡ് ഓഫ് 14 മണിക്കൂർ 15 മണിക്കൂർ ഒരുമിച്ചിരുന്ന് ക്രാം ചെയ്യാൻ പഠിക്കണതിൻ്റെങ്ങാട്ടും ഒരുപാട് നല്ല നിങ്ങൾക്കിപ്പോൾ സ്പേസ്ഡ് റെപ്പറ്റീഷനെ കുറിച്ചും അതുപോലെ നമ്മൾ പഠിക്കുന്ന ഇടയിൽ ഇൻ്റർലീവിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയുണ്ടാവും നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമ്മൾ ഔട്ട്പുട്ടിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് തരും. ഇങ്ങനെ നമ്മൾ കുറച്ച് ബ്ലോക്കുകളാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് മാസ്ഡ് പ്രാക്ടീസ് ചെയ്യണതിൻ്റെ പകരം. ഇനി ഞാൻ നിങ്ങൾക്ക് വാർ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ ബുക്കിലെ കുറച്ച് സെൻറ്റൻസുകൾ വായിച്ചു തരാം. ഇത് ക്രിയേറ്റിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. ദ ഡിസിപ്ലിൻ ഓഫ് ഡെയിലി പ്രാക്ടീസ് ഈവൻ ഇൻ സ്മോൾ മെഷർ dissolves the mythical need for inspiration. Set hours, show up regardless of mood, and treat the work with a professional seriousness. This ritualized approach reframes identity. The artist is someone who works daily. Over time, these repetitive actions create a psychic environment where inspiration can arrive. Not because you wait, but because your routine prepared the field. Routine becomes the battleground where ടാലൻറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്രാഫ്റ്റ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂട്ടീൻ നമുക്കുണ്ട്, ഒരു ഡെയിലി റിച്വൽ നമുക്കുണ്ട്, ഡെയിലി പ്രാക്ടീസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻസ്പിറേഷന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മോട്ടിവേഷൻ വരുമ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഓൾറെഡി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് പ്രൊഫഷണൽ സീരിയസോട് കൂടി ആ ടൈം വരുമ്പോൾ നമ്മൾ റിഗാർഡ്ലെസ് ഓഫ് അവർ മൂഡ്, നമുക്ക് എന്ത് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും, നമുക്ക് ഹാപ്പിയാണ്, സാഡാണ്, ടെൻഷനാണ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നമ്മൾ ആ വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മളൊരു ഐഡൻറ്റിറ്റിൻ്റെ ഭാഗമാവും. പിന്നീട് ഒരുപാട് കാലം നമ്മളതിങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ ആ ഒരു റിച്വലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻസ്പിറേഷൻ വരും. ഇങ്ങനെയാണ് ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ എന്താ പറയുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുക. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് രാവിലെ 5 മണിക്ക് നിങ്ങൾ എണീക്കുക, എന്നിട്ട് പിന്നെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഒരു 4 മണിക്കൂർ ഡീപ്പ് വർക്ക് ചെയ്യുക, പിന്നെ രാത്രി 9 മണിക്ക് സ്ലീപ്പ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോൺ ഫിക്ഷൻ വായിക്കുക, പിന്നീട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്ത് തരാൻ പറ്റും, കറക്റ്റ് ടൈമൊക്കെ വെച്ചാണ്ട്. അതിന് നല്ല വ്യൂസും കിട്ടും, നിങ്ങൾക്ക് നല്ല ഡോപ്പമീൻ സ്പൈക്കും കിട്ടും. പക്ഷേ അത് വർക്ക് ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ബയോളജി ഓരോ പോലെയാണ്, ഓരോരുത്തരുടെ റിതം ഓരോ പോലെയാണ്. അപ്പോൾ നിങ്ങളെ ഫോക്കസ് പീരീഡ് നിങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ഫോക്കസ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഡിപ്പ് വരുന്നത്, ഇതിനൊക്കെ അനുസരിച്ച് വേണം നിങ്ങളെ റൂട്ടീനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു റൂട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് തരിക, ഒരു സിസ്റ്റം തരിക, എന്നിട്ട് അത് വെച്ചാണ് നിങ്ങൾക്ക് ഇറ്ററേറ്റ് ചെയ്താണ്ട് നിങ്ങളെ വേർഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അസറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഒരാഴ്ച ഫോളോ ചെയ്തു, നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും, ലൈഫ് മൊത്തം മാറും, അല്ലെങ്കിൽ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈഫ് ചേഞ്ച് ആവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ പകരം ഈ ഒരു കോട്ട് ആലോചിക്കുക. ദ മാൻ ഹൂ മൂവ്സ് എ മൗണ്ടെയിൻ ബിഗിൻസ് ബൈ ക്യാരിയിങ് എവേ സ്മോൾ സ്റ്റോൺസ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ കുറേ കാലം ചെയ്ത് വർഷങ്ങളോളം ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് വർക്കും അതുപോലെ തന്നെ ഈ ഫോക്കസ് ചെയ്യാനുള്ള പീരീഡും ഇൻ്റർലീവിങ്ങും സ്പേസിലായിട്ട് നമ്മൾ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ, കുറച്ച് ലോങ് പീരീഡൊക്കെ കഴിയുമ്പോൾ സാധാരണ ആൾക്കാരിൽ നിന്ന് നമ്മളെ ലെവൽ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റഡി പാക്കേജ് എന്ന് പറഞ്ഞാണ്ട്. ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഗൈഡും അതുപോലെ തന്നെ സ്റ്റഡി ഗൈഡും അതുപോലെ സ്ലീപ്പ് ഗൈഡും ഉള്ള ഏകദേശം 5-6 മണിക്കൂർ കണ്ടൻറ്റ് ഉണ്ട് ടോട്ടൽ. അതുപോലെ തന്നെ 15ഓളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്ടിവിറ്റി മാത്രം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്, ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.